ഇന്നത്തെ ടോപ്പിക്ക് ബഗ്, ഡിഫെക്റ്റ്, എറർ, ഫെയിലിയർ. ഈ 4 ടേംസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് 4ഉം ഒരേപോലെ തോന്നും, ഒരേ അർത്ഥം. അതായത് ഒരു മിസ്മാച്ച്, ഒരു ഫോൾട്ട് അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് എന്നുള്ള ഒരു അർത്ഥമാണ് ബഗിനായാലും ഡിഫെക്റ്റിനാണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും എറർ ആണെങ്കിലും വരുന്നത്. പക്ഷേ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടെർമിനോളജിയിലേക്ക് പോകുമ്പോൾ ഈ 4 വേർഡിനും നല്ല രീതിയിലുള്ള വ്യത്യാസം നമുക്ക് കാണാം. അപ്പൊ ഇന്റർവ്യൂവിന് സ്ഥിരമായിട്ട് ഇതിന്റെ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നേരിയ വ്യത്യാസമാണ് വരുന്നത്. അത് കാര്യമായിട്ട് തന്നെ നമ്മളത് ഡെപ്തിലേക്ക് അതിന്റെ വ്യത്യാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഏതൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കുറെ മിസ്സിങ്ങുകൾ, മിസ്മാച്ചുകൾ, ഫോൾട്ടുകൾ കാണും. അതിന് നമ്മൾ പറയുന്ന കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ് ബഗ്, മറ്റ് ഡിഫെക്റ്റ് എന്നും പറയാറുണ്ട്. അപ്പൊ ഇത് തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് ഓരോ സമയത്തും ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് ഓരോ പേരും വരുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഡിഫെക്റ്റ് എന്നുള്ള ടേംസിലേക്ക് പോവാം. വാട്ട് ഈസ് ഡിഫെക്റ്റ്? ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ബിറ്റ്വീൻ ആക്ച്വൽ റിസൾട്ട് ആൻഡ് എക്സ്പെക്ട് റിസൾട്ട്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടും ഇപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ നമ്മൾ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന ആക്ച്വൽ റിസൾട്ട് തമ്മിലുള്ള ഡിഫറൻസിനാണ് ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. ഡിഫെക്റ്റ് അല്ലെങ്കിൽ ബഗ് എന്നൊക്കെ കോമൺ പറയണം. പക്ഷേ ഇതിൽ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ഡിഫറൻസ് ചോദിക്കുമ്പോൾ അതിലുള്ള നേരിയ വേരിയേഷനും നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടി വരും. ഇതിൽ ഡിഫെക്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാവും, ഏതെങ്കിലും ഒരു ഫീച്ചർ പറഞ്ഞിട്ടുണ്ടാവും. അവരിപ്പോൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ വാർണിംഗ് മെസ്സേജ് വരണം. അതായത് ലോഗിൻ ഫെയിൽഡ് ആണെങ്കിൽ ഇന്ന രീതിയിൽ ഒരു വാർണിംഗ് മെസ്സേജ് റെഡ് കളറിൽ വരണം എന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഡെവലപ്പർ ചെയ്തപ്പോൾ തന്നെ റൺ ചെയ്തിട്ട് നോക്കിയിട്ട് അപ്പൊ തന്നെ റൺ ചെയ്തൊന്ന് നോക്കുമ്പോൾ ഡെവലപ്പർ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ അപ്പൊ തന്നെ എറർ കാണുകയാണ്, അപ്പൊ തന്നെ ആ മിസ്സിങ് കാണുകയാണ്. എറർ വാർണിംഗ് മെസ്സേജ് കാണുന്നില്ല, മിസ്സിങ് ആണ് എന്നുള്ളത് കാണുകയാണ്. അപ്പോ ഡെവലപ്പർ എന്നെ കണ്ടുപിടിക്കുകയാണ്, അതായത് ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഡിഫെക്റ്റ് എന്ന് പറയാം. അപ്പൊ കാണുന്ന മിസ്സിങ്ങിനെ നമ്മൾ ഡിഫെക്റ്റ് എന്ന പേരിലാണ് പറയാം. If a developer finds an issue and correct it by himself in the development phase, then it's called defect. അതായത് ഡെവലപ്മെന്റ് ഫേസിൽ ഡെവലപ്പർ തന്നെ ഒരു മിസ്സിങ്, ഒരു മിസ്മാച്ച് ഡെവലപ്പർ തന്നെ സെൽഫായിട്ട് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഡിഫെക്റ്റ്. ഓക്കെ, അതിപ്പോ എന്തെങ്കിലും ആവാം, ചിലപ്പോൾ ഒരു കളറിന്റെ മിസ്സിംഗ് ആവാം, അല്ലെങ്കിൽ ബട്ടന്റെ വർക്കിംഗ് ആവാം, എന്തെങ്കിലും ആവട്ടെ. കസ്റ്റമർ പറഞ്ഞ സംഭവമായിട്ട് മിസ്സിംഗ് ഉണ്ട്, ആൾ വർക്ക് ചെയ്ത് നോക്കിയപ്പോൾ അപ്പൊ തന്നെ ആൾക്ക് നോട്ട് ചെയ്ത് മനസ്സിലാവണതിനാണ് ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിഫെക്റ്റ് ഡെവലപ്പറുമായി കണക്ട് ചെയ്യുന്നു. ഡിഫെക്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്, ഡെവലപ്മെന്റ് ഫേസിലാണ് ഡിഫെക്റ്റ് എന്നുള്ള ടേം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബഗ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേർഡ് ബഗ് ആണ്. മിസ്മാച്ചിനായാലും ഫോൾട്ടിനായാലും ഏറ്റവും കൂടുതൽ ബഗ് ആണ്. കാരണം ബഗ് എന്ന് പറയുന്നത് ടെസ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്, ടെസ്റ്റിംഗ് ഫേസുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഇവിടെ കാണുന്ന സാധാരണ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള റിക്വയർമെന്റ്സ് എന്നുള്ള ചേഞ്ച്, അതുമായിട്ടുള്ള കോൺട്രഡിക്ഷൻ, മാറ്റം, കസ്റ്റമർ പറയാത്ത പോലെ, കസ്റ്റമർ പറഞ്ഞ പോലെ വർക്ക് ചെയ്യാതിരിക്കുന്നതിനാണ് നമ്മൾ ഇത് പറയണത് എറർ, മിസ്സിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ഫോൾട്ട് ടെസ്റ്ററാണ്, അതായത് ഡെവലപ്പർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ഡെവലപ്പർ അതൊന്നും ടെസ്റ്റ് ചെയ്യാതെ ശ്രദ്ധിക്കാതെ, അവർക്ക് ശ്രദ്ധിക്കണമെന്നില്ല, അവരത് ടെസ്റ്റ് ചെയ്യല്ല, ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ടെസ്റ്റിംഗ് ഫേസിലേക്ക് ടെസ്റ്റേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ടെസ്റ്റർ അത് ടെസ്റ്റ് കേസ് എഴുതി, അതിന്റെ ടെസ്റ്റ് സെനാരിയോ എഴുതി, ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്ത് ടെസ്റ്റ് കേസ് ഫെയിൽ ആവുന്നു. ആ ഒരു സംഭവം, അതായത് കസ്റ്റമർ പറഞ്ഞ പോലെയുള്ള ആക്ച്വൽ റിസൾട്ടും എക്സ്പെക്ട് റിസൾട്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് കണ്ട് അപ്പോൾ ഒരു മിസ്സിംഗ് കണ്ടുപിടിക്കുന്ന, ഫോൾട്ട് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ബഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ടെസ്റ്ററാണ് കണ്ടുപിടിക്കുന്നത്, ടെസ്റ്റിംഗ് ഫേസിലാണ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ഇഫ് എ ടെസ്റ്റർ ഫൈൻഡ് ആൻഡ് മിസ്മാച്ച് ഇൻ ദ ആപ്ലിക്കേഷൻ ഓർ സിസ്റ്റം, നമ്മുടെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റർ കണ്ടുപിടിക്കണം. ഇൻ ടെസ്റ്റിംഗ് ഫേസ്, അതായത് ഡെവലപ്പർ ഉണ്ടാക്കി കഴിഞ്ഞ് ടെസ്റ്റിംഗ് QA ടീമിനെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരത് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്ത് പാസ് അല്ല, ഫെയിൽ ആണെന്ന് മനസ്സിലായി, അത് ബഗ്ഗായിട്ട് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ന് പറയും. അതിനാണ് ബഗ് എന്ന് പറയാം, ബഗ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ വേർഡ് തന്നെ വരുന്നത്, ബഗ് റിപ്പോർട്ടിംഗ് ടൂൾസ്, ബഗ് ട്രാക്കിംഗ് ടൂൾസ്.
അപ്പോൾ ടെസ്റ്റർ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് ബഗ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എറർ. എറർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യണവർക്കറിയാം, ജാവ പൈത്തൺ ഒക്കെ പ്രോഗ്രാം ചെയ്യണവർക്കറിയാം, SQL ചെയ്യണവർക്കറിയാം, നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്യുക ഒരു കമ്പൈലറിലായിരിക്കും. അതായത് ഒരു ID ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റിലായിരിക്കും നമ്മൾ ജാവയോ പൈത്തണോ പ്രോഗ്രാം ചെയ്യുക. പ്രോഗ്രാം എഴുതില്ലേ, ഇൻറ്റ് i=0, പ്രിന്റ് ln അങ്ങനെയൊക്കെ പറഞ്ഞ കമാൻഡ് എഴുതുമ്പോൾ നമ്മളത് പ്രോഗ്രാം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനോ വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനോ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനോ നമ്മൾ പ്രോഗ്രാം എഴുതുന്നു, ലൈൻ ബൈ ലൈൻ എഴുതി പോവാണ്. ഇഫ് എൽസ് ഫോർ ലൂപ്പ് സ്വിച്ച് കേസ് എല്ലാവിധ പ്രോഗ്രാം കമാൻഡ്സ് ഉപയോഗിച്ച് നമ്മൾ എഴുതി പോകുന്നു. എഴുതിപ്പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വർക്ക് ചെയ്യുന്നുണ്ടോന്നൊക്കെ റണ്ണ് കൊടുക്കും. അതായത് പ്രോഗ്രാം കമ്പൈൽ ചെയ്യും, റൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ എറർ വരും. അത് കസ്റ്റമർ പറഞ്ഞ എററോ അതൊന്നല്ല, നമ്മൾ റൺ ചെയ്യുമ്പോൾ ആ ഔട്ട്പുട്ട് വെബ്സൈറ്റ് ലോഡ് തന്നെ ചെയ്യാതെ കമ്പൈൽ ചെയ്യുമ്പോൾ ടൈമിൽ തന്നെ എറർ വരും. അത് ചിലപ്പോൾ വല്ല സെമി കോളൻ ഇടാത്തതുകൊണ്ടാവാം, ചിലപ്പോൾ വല്ല ഇൻറ്റീജർ ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ടാവാം, വല്ല വേരിയബിൾ ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ടാവാം, വല്ല ഫങ്ഷണാലിറ്റി കോൾ ചെയ്യാത്തതുകൊണ്ടാവാം, അതിൽ വല്ല സിൻടാക്സ് സെറ്റ് ചെയ്താവാം, വല്ല സ്പേസ് ഇട്ടത് കുറഞ്ഞിട്ടാവാം, വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവാം, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കമാൻഡിന്റെ സ്പെല്ലിങ്ങോ, ചിലപ്പോൾ വല്ല ഫയൽ ലൈബ്രറി ആഡ് ചെയ്യാത്തതുകൊണ്ടാവാം, ഇമ്പോർട്ടിങ് കറക്റ്റ് ആവാത്തതുകൊണ്ടാവാം, വല്ല പാക്കേജ് കോൾ ചെയ്ത് കറക്റ്റ് ആവാത്തതുകൊണ്ടാവാം, എന്തെങ്കിലും അതായത് പ്രോഗ്രാം ചെയ്യണതിലുള്ള മിസ്സിങ് കാരണം അതുകൊണ്ടുള്ള സിൻടാക്സ് ഉള്ള പ്രോബ്ലം കാണും. വല്ല സെമി കോളൻ ഇടാത്തതുകൊണ്ടോ ഓരോ ലൈനും കഴിയുമ്പോൾ സെമി കോളർ ചിലപ്പോൾ സെമി കോളൻ മിസ് ആയിക്കൊണ്ടാവും. അപ്പോൾ അത് നമ്മൾ റൺ ചെയ്യുമ്പോൾ റൺ ടൈമിൽ തന്നെ കമ്പൈൽ ചെയ്യണ ടൈമിൽ തന്നെ കോഡിംഗ് മിസ്റ്റേക്ക് കാരണം എറർ വരിക. കമ്പൈലിംഗ് എറർ റെഡ് കളറിൽ എഴുതി കാണിച്ച് അടിയിൽ അത് ഏത് ലൈനിലൊക്കെയാണ് എറർ എന്നുള്ളത് എഴുതി കാണിക്കും, ഏതൊക്കെ ലൈനിലാണ് പ്രശ്നം എന്നുള്ളത് എഴുതി കാണിക്കും. അതിനാണ് കമ്പൈലിംഗ് ടൈമിൽ വരുന്ന ഇതിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. മെയിൻലി സാധാരണ കമ്പൈലർ എന്ന് പറയും, കമ്പൈലർ. ഓക്കെ, അതാണ് കമ്പൈലർ. ഇത് ഡെവലപ്പറാണ് ഇത് ഫേസ് ചെയ്യുക, വേറെ ആരും ഫേസ് ചെയ്യാൻ സാധ്യതയില്ല, ഡെവലപ്പർ മാത്രമാണ് ഫേസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ എറർ മനസ്സിലായി. നെക്സ്റ്റ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അതായത് ഡെവലപ്പറും അല്ല അത് കണ്ടുപിടിക്കുക, അതായത് ഡെവലപ്പർ കണ്ടുപിടിച്ചു, അതായത് എന്ത്, ഡെവലപ്പർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, അത് ടെസ്റ്റർക്ക് കൈമാറി, ഡെവലപ്പർക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല, ടെസ്റ്റർക്ക് കൈമാറി, ടെസ്റ്റർ എന്ത് ചെയ്തു, ടെസ്റ്റർ ടെസ്റ്റ് കേസ് എഴുതി, ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തു, എല്ലാ ടെസ്റ്റ് കേസും പാസ്സായി, മിസ്സിംഗ് ഒന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് ഇംപ്ലിമെന്റ് ചെയ്തു, ഇംപ്ലിമെന്റേഷൻ എഞ്ചിനീയേഴ്സ് ഏതാണോ ക്ലയന്റിന്റെ സ്ഥലത്ത്, കസ്റ്റമറുടെ സൈറ്റില്, ഹോസ്പിറ്റല്, സൂപ്പർ മാർക്കറ്റില് അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണു, ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അപ്പോഴും കുഴപ്പം തോന്നാതെ, അപ്പൊ തന്നെ അവിടെ വെച്ച് വർക്ക് ചെയ്ത് നോക്കുമ്പോൾ, കസ്റ്റമർ ഉപയോഗിച്ച് നോക്കുമ്പോൾ, നേരിട്ട് എൻഡ് യൂസർ ഉപയോഗിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ആള്, ബില്ല് ചെയ്യണ ആള്, ഹോസ്പിറ്റലാണെങ്കിൽ ഡോക്ടറോ പേഷ്യൻസോ അവിടുത്തെ സ്റ്റാഫോ ഉപയോഗിക്കുമ്പോൾ എറർ കാണിക്കുക, അവർ പറഞ്ഞതല്ലാത്ത ഒരു വർക്കിംഗ് മിസ്മാച്ച്, ഫങ്ഷനാലിറ്റിയിലുള്ള മിസ്സിങ് കാണിക്കുക. ആ ഒരു ടൈമിൽ നമ്മൾ അതിനെ ഡിഫക്റ്റ് എന്നും പറയാൻ പറ്റില്ല, ബഗ് എന്നും പറയാൻ പറ്റില്ല, അത് എററും അല്ല. എന്താണത്, അത് ഫെയിലിയർ ആണ്. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് ഒരു പരാജയമായി, ഒരു തോൽവിയായി, അവിടെ അതിന് നമുക്ക് ഫെയിലിയർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വൺസ് ദ പ്രൊഡക്റ്റ് ഈസ് ഡിപ്ലോയിഡ് ആൻഡ് കസ്റ്റമർ ഫൈൻഡ്സ് എനി ഇഷ്യൂ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫെയിലിയർ പ്രൊഡക്റ്റ്. ഇവിടെ എന്താണ്, എൻഡ് യൂസർ ആണ് ഫൈൻഡ്സ് ഇഷ്യൂ, എൻഡ് യൂസർ ആണ് ഫെയിലിയർ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഓവർവ്യൂ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഡിഫക്റ്റ് കണ്ടുപിടിക്കുന്നത് ഡെവലപ്പർ ആണ്, ബഗ് കണ്ടുപിടിക്കുന്നത് ടെസ്റ്റർ ആണ്, എറർ കണ്ടുപിടിക്കില്ല, വരികയാണ് ഡിസ്പ്ലേ ചെയ്ത് വരികയാണ് കമ്പൈൽ ചെയ്യുമ്പോൾ, അതും ഡെവലപ്പർ ആയിരിക്കും ഓൾമോസ്റ്റ് അത് നോട്ട് ചെയ്യുക. ഫെയിലിയർ കണ്ടുപിടിക്കുക എൻഡ് യൂസർ ആയിരിക്കും, അതായത് അവസാനം ആ പ്രൊഡക്റ്റ് അൾട്ടിമേറ്റ്ലി ആരാണ് യൂസ് ചെയ്യുന്നത്, കസ്റ്റമർ, എൻഡ് യൂസർ, അവരാണത് നോട്ട് ചെയ്ത് കണ്ടുപിടിക്കുക, റിപ്പോർട്ട് ചെയ്യും. ഓക്കെ.